2 ദിവസം മുന്നേ നല്ലൊരു മഴയൊക്കെ വൈകുന്നേരം പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നാളായി ചെടികളുടെ അടുത്തൊക്കെ വന്നിട്ട് ഒന്ന് നോക്കിയിട്ടൊക്കെ. കാരണം വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ വെള്ളം ഒഴുപ്പൊന്നുമില്ലായിരുന്നു. അപ്പോൾ ദേ ഞാൻ വന്ന് നോക്കുകയാണ്. മണി പ്ലാന്റൊക്കെ ദേ ഇതുപോലെ വളർന്ന് ചെടിയുടെ ഇടയിലൊക്കെ കയറി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് മാറ്റിയിട്ട് പിന്നെ ദേ ഈ ഒരു ചെടി ഉണ്ടല്ലോ, നമ്മൾ അന്ന് വെച്ചപ്പോൾ ഒരു ചെറിയൊരു കവറിലാക്കി വെച്ചതാണ്. അതിൻ്റെ നല്ലതുപോലെ ഒന്ന് ഉഷാറായതിന് ശേഷം മാറ്റി നടാമെന്നൊക്കെ വിചാരിച്ചതാണ്. പിന്നെ ആ ഭാഗത്തോട്ടേ പോയിട്ടില്ല കേട്ടോ. പിന്നെ ദേ എൻ്റെ മണി പ്ലാന്റ് എല്ലാം പൂച്ച കയറിയിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. മൊത്തവും വാടി ചത്ത് കിടക്കുന്ന അവസ്ഥയായിരുന്നു. പിന്നെ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി നല്ലത് മാത്രം എടുത്തങ്ങ് നട്ട് കേട്ടോ. പിന്നെ ഞാൻ ആദ്യം കാണിച്ച ചെടി, ഇതിൻ്റെയൊക്കെ രസമെന്ന് പറയുന്നത് എനിക്ക് ഈ ചെടികളുടെ ഒന്നും പേരറിയത്തില്ല കേട്ടോ. പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇത് ഞാൻ അതങ്ങോട്ട് ഈ ഒരു ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ചിട്ട് അതിലോട്ടങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ വളരുമെന്ന് നോക്കാം. നമ്മൾ ഹോസ്പിറ്റലിലും ഓരോ വീടുകളുടെ ഫ്രണ്ടിലും ഒക്കെ ഇതുപോലെ തഴച്ച് വളർന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ പൂക്കൾ ഉണ്ടാവുന്ന ചെടിയേക്കാൾ ഇഷ്ടം ഇലച്ചെടികളാണ് കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ചെടിയൊക്കെ ഒന്ന് മാറ്റി നട്ട് എൻ്റെ മണി പ്ലാന്റും ഒക്കെ ഒന്ന് നോക്കി. അധികം ചെടികളൊന്നും ഇല്ല കേട്ടോ. എനിക്ക് കിട്ടുന്നത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറക്കിക്കൊണ്ട് വെക്കുന്നതാണ്. പിന്നെ ദേ അടുക്കളയിലോട്ട് കയറി വന്നിട്ടുണ്ട്. കുറച്ച് ചക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നന്നാക്കി എടുത്ത് ദേ വെട്ടി നുറുക്കി കുക്കറിലോട്ടാക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നേരെ അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് അച്ചിങ്ങപ്പയർ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. നമുക്ക് മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ടാണ്. കറി ഇവിടെ റെഡി ആയതുകൊണ്ട് കറി വെക്കേണ്ട കാര്യമൊന്നുമില്ല. അരിഞ്ഞെടുത്ത പയർ ഒന്ന് താളിച്ച് ഉപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3-4 ദിവസമായി നമ്മൾ ഷോർട്സും ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ആക്കിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മളിത് അപ്ലോഡ് ആക്കുന്നുണ്ട്. ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ കൂട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് ലോങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കയറി കണ്ട് സപ്പോർട്ട്. അപ്പോൾ നാളെ കാണാം. ബൈ.